ഓൾ റൈറ്റ്. സോ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിന് വേണ്ടുന്ന മാത്തമാറ്റിക്സിൻ്റെ ബാക്കിയുള്ള കൺസെപ്റ്റുകളിലോട്ട് നമ്മൾ ഡീപ്പായിട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഒരു പർട്ടിക്കുലർ നേച്ചർ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് ഉണ്ട്. കാരണം അത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും അതിനെ നമുക്ക് ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലെനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ അബ്സ്ട്രാക്റ്റ് നേച്ചർ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനതിൽ എഴുതാം. ഇതെന്താണെന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്സ്ട്രാക്റ്റ് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പെർഫെക്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള വൃത്തം, ഇതിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രോപ്പർ സർക്കിൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പലരും പറയും ഓക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരു ടൂൾ പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ടാവും. കോമ്പസ് വെച്ച് നമ്മൾ വരയ്ക്കുന്നുണ്ടാവും. സോ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ്, നമ്മുടെ ചുറ്റുമുള്ള ഒബ്ജക്റ്റ് എല്ലാം ഇപ്പോൾ ഒരു ബോട്ടിലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം സൈഡ് സർക്കുലർ നേച്ചർ ആവാം. അപ്പോൾ സർക്കിൾ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയാം. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വരച്ച ഒരു പെൻസിൽ വെച്ച് നമ്മൾ വരച്ചു, അല്ലെങ്കിൽ പേന വെച്ച് നമ്മൾ വരച്ചു, ഈ പറയുന്ന കോമ്പസ് വെച്ചിട്ട് ഇതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഈ സർക്കിൾ ഇത്രയും നല്ല പെർഫെക്റ്റ് സർക്കിൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ നമ്മളൊരു പോർഷൻ മാത്രം എടുത്ത് സ്കാൻ ചെയ്ത് ഇതിനെ നന്നായിട്ട് ഒരു വലിയ എൻലാർജ് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കാണുക? ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൈൻ ആയിരിക്കുമോ? അതോ ഈ പറയുന്ന പോലെ നമ്മുടെ പേനയുടെ മഷിയൊക്കെ ഇങ്ങനെ പരന്ന് പല രീതിയിലോട്ട് മാറി അങ്ങനെ കിടക്കുന്നൊരു ഇതായിരിക്കും. അതുപോലെ ഏത് ഒബ്ജക്റ്റ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് എടുത്താലും എന്താ പറ്റുക? ഇതിനെല്ലാം അതിൻ്റെ ആ എഡ്ജസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ആയിരിക്കില്ല. സോ സർക്കിളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്നത് എന്താണ്? ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈക്വലി ഡിസ്റ്റൻസിൽ കിടക്കുന്ന ബാക്കി എല്ലാ പോയിന്റുകളുടെയും, അതായത് ഞാൻ 2D പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ, 3D പ്ലെയിൻ ആണെങ്കിൽ സ്പിയർ എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകും. പക്ഷേ ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ബാക്കി എല്ലാ പോയിന്റുകളുടെയും കൂട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ സർക്കിളിനെ ഡിഫൈൻ ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ. പക്ഷേ ഈ പറയുന്ന പെർഫെക്റ്റ് സർക്കിൾ അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുന്ന പ്യുവർ ഇതേ ഡെഫിനിഷനിൽ വരുന്ന ഒരു സർക്കിള് യഥാർത്ഥ ജീവിതത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ നമ്മുടെ റിയൽ ലൈഫിൽ ഒരിക്കലും ഇല്ല. നമ്മൾ കാണുന്ന ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സർക്കിളുകൾ എല്ലാം ഈ പറയുന്ന തിയററ്റിക്കലായിട്ട് പറയുന്ന ഈ ഡെഫിനിഷനുമായിട്ട് സിമിലർ ഷേപ്പിൽ വരുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ഷേപ്പിൽ വരുന്ന ഒബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ ഷേപ്പുകളാണ്. ഓക്കെ, സോ ഈ പെർഫെക്റ്റ് സർക്കിൾ എന്ന് പറയുന്ന കാര്യം ഞാൻ പറയുന്നു അബ്സ്ട്രാക്റ്റ് മാത്തമാറ്റിക്സ് വേൾഡിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ബാക്കിയെല്ലാം സർക്കിൾ ലൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു അബ്സ്ട്രാക്റ്റ് നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോഴും നമുക്ക് ഡേറ്റാ സയൻസിലും മെഷീൻ ലേണിങ്ങിലും വീണ്ടും ആവർത്തിച്ച് വരുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആപ്ലിക്കേഷൻ സൈഡിൽ വ്യൂ ചെയ്യേണ്ട കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ 2 പോയിൻ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2D പ്ലെയിനിൽ, ഞാൻ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ വരയ്ക്കുന്ന പോലെ തന്നെ എനിക്ക് പോയിൻ്റ് എ ഉണ്ട്, പോയിൻ്റ് ബി ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്കിങ്ങനെ പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ഡിസ്റ്റൻസ് ഡി. ഇനി സപ്പോസ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബോക്സ്, ഞാനിവിടെ ഒരു കറക്റ്റ് സ്ക്വയർ അല്ല, ഒരു ലോങ് ബോക്സ് ഞാൻ വരയ്ക്കുവാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇതിൻ്റെ അകത്ത് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അയൺ റോഡ് എനിക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പലകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, ലൈക്ക് അയൺ റോഡ് ഓർ സംതിങ്. പക്ഷേ എനിക്ക് വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എത്രയാണ്? സോ എനിക്കിങ്ങനെ ചെരിച്ച് വെക്കാൻ പറ്റും, ഓക്കെ, ഇങ്ങനെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ വെക്കാൻ പറ്റും, പല രീതിയിൽ വെക്കാൻ പറ്റും. ബട്ട് ഔട്ട് ഓഫ് എനിക്കിതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും?
ഡെഫിനറ്റ്ലി ഈ ഡയഗണൽ വൈസ് എടുക്കുന്ന ലെങ്ത് ആയിരിക്കും അതിൻ്റെ ഏറ്റവും മാക്സിമം. ഓക്കെ, സോ ഇത് 2D സ്പേസിൽ വരുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ 3D സ്പേസിലോട്ട് ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതായത് നമുക്ക് 3D ഒബ്ജക്റ്റുകൾ നമുക്ക് വേൾഡിലുണ്ട്, നമ്മൾ ഇൻഹാബിറ്റ് ചെയ്യുന്ന ലോകത്ത്. ഇപ്പോൾ 3D ബോക്സ് എന്നുള്ള രീതിയിൽ ഞാനിതിപ്പം ഒരു 2D ഇതിൽ തന്നെ അതിനെ വരച്ച് കാണിക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒബ്ജക്റ്റുകൾ നമുക്കുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന വേൾഡ് എന്ന് പറയുന്നത്, അപ്പം ഇതിന് ഈ ഒരു ബോക്സിന്, ഫസ്റ്റ് ബോക്സിന് ഒരു ലെങ്ത് ഉണ്ട്, ഒരു ബ്രെഡ്ത്ത് ഉണ്ട്. ഇതിനാണെങ്കിൽ ഒരു ലെങ്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്, ഡെപ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് എനിക്ക് പറയാം. അപ്പം 3 ഡയമെൻഷൻ എനിക്കുണ്ട്. പക്ഷേ ഞാൻ 4 ഡയമെൻഷനുള്ള ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റിയൽ വേൾഡിലുണ്ടോ അങ്ങനെ ഒരു സാധനം? നമുക്കങ്ങനെ തൊട്ട് കാണിക്കാൻ പറ്റിയൊരു ഒബ്ജക്റ്റ് നമുക്കില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ, മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഡയമെൻഷണൽ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് പോസിബിളാണ്. അത് തിയററ്റിക്കൽ വേൾഡിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിക്കാനില്ല. പക്ഷേ തിയറി വൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും, അതായത് 2Dയിലും 3Dയിലും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് 4Dയിലും 5Dയിലും 6Dയിലും 100 ഡയമെൻഷനിലും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഡേറ്റയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പലപ്പോഴും അത് 2 ഡയമെൻഷനൽ 3 ഡയമെൻഷനൽ മാത്രമല്ല, നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് ഡയമെൻഷനിൽ തൗസൻഡ്സ് ഓഫ് ഡയമെൻഷൻസ് വരുന്ന ഡേറ്റയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും അബ്സ്ട്രാക്റ്റ് നേച്ചറിലുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റിയൽ വേൾഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ ചിലപ്പോൾ നമുക്കത് പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് കാര്യങ്ങൾ അത് തിയറി എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കാണേണ്ടി വരും. പക്ഷേ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് നേച്ചർ മനസ്സിലാക്കുകയും ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ഡയഗണൽ ടു ഡയഗണൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ പറഞ്ഞത്. ഇവിടെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, ഈ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ഡയഗണൽസ്, അതായത് ഈ സൈഡിൽ ഈ ബോക്സ് സൈഡും അതുപോലെ നെക്സ്റ്റ് സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു ലെങ്തിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഈ ഗ്രീൻ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് L² + B², അതായത് ലെങ്ത് ഹൈറ്റ് ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. നേരെ മറിച്ച് ഈ ബോക്സിലാണെന്നുണ്ടെങ്കിലോ എനിക്ക് അത് എങ്ങനെ വരും? ബോക്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ഡയമെൻഷൻ വരും. അപ്പോൾ അതിൻ്റെ 3ൻ്റെയും മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടായിരിക്കും മീൻ സ്ക്വയർ എടുത്ത് സം ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴായിരിക്കും എനിക്ക് അതിൻ്റെ ആ ഒരു ഈ റെഡ് അയൺ റോഡിൻ്റെ ലെങ്ത് എനിക്ക് കിട്ടുക. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഓക്കെ, അതിൻ്റെ എല്ലാം സ്ക്വയർ റൂട്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഡയമെൻഷണൽ സ്പേസിൽ വരുന്ന ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഈ പറയുന്ന പോലത്തെ ഒരു ഒബ്ജക്റ്റ്, ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ABCD 4 ഡയമെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് കോൺഫിഡൻ്റായിട്ട് പറയാൻ സാധിക്കും ആ പറയുന്ന അബ്സ്ട്രാക്റ്റ് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ അതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ A² + B² + C² + D², ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ റൂട്ടാണെന്ന് പറയാൻ പറ്റും. എങ്ങനെ? ഈ പറയുന്ന 2D സ്പേസിൽ നിന്ന് നമ്മൾ 3Dയിലോട്ട് വന്നു, 3Dയിൽ നിന്ന് നമ്മൾ 4Dയിലോട്ട് ഈ കൺസെപ്റ്റിനെ എക്സ്പാൻഡ് ചെയ്തു. പക്ഷേ നമുക്കൊരിക്കലും ഇതൊരു റിയൽ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് 2D കേസിലും 3D കേസിലും എനിക്കിത് പറ്റും. കാരണം നമ്മളത് ഇൻഹാബിറ്റ് ചെയ്യുന്ന ലിവിങ് സ്പേസിൽ വരുന്ന നമ്മുടെ പെർസെപ്ഷനിൽ വരുന്ന ഡയമെൻഷൻ ആയതുകൊണ്ട്. ബട്ട് ഹയർ സ്പേസിൽ ഈ കൺസെപ്റ്റ് ആപ്ലിക്കബിളാണ്, പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. സോ 2Dയിൽ നിന്ന് 3Dയിലോട്ട് പോയി 3Dയിൽ നിന്ന് 4Dയിലോട്ട് പോകുമ്പോഴേക്കും നമ്മൾ അബ്സ്ട്രാക്റ്റ് വേൾഡിലോട്ട് കടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ പല കൺസെപ്റ്റുകളും നമ്മൾ 3D ഡയമെൻഷനിൽ നിന്ന് 4 ഡയമെൻഷനിലോട്ടും ഹയർ ഡയമെൻഷനിലോട്ടും പോകുമ്പോൾ നമ്മളതൊരു അബ്സ്ട്രാക്റ്റ് നേച്ചറിലാണത് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ വരുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇവിടെയും വർക്കാവും, മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ഇവിടെയും വർക്കാവും എന്നുള്ള രീതിയിൽ നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഈ ഒരു കാര്യം മാത്തമാറ്റിക്സിൻ്റെ അബ്സ്ട്രാക്റ്റ് നേച്ചർ, ഇങ്ങനെയൊരു നേച്ചർ ഉണ്ടെന്നും ഇങ്ങനെയുള്ള കുറച്ച് നിറ്റിഗ്രിറ്റി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ റിയൽ മറ്റ് കൺസെപ്റ്റുകൾ വിസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ അൽഗോരിതംസ് ഒക്കെ പഠിക്കുമ്പോഴും ഇതിലോട്ട് നമ്മളൊരു റീവിസിറ്റ് നമുക്ക് വരും. എവിടെയാണ് ഈ അബ്സ്ട്രാക്റ്റ്
കൺസെപ്റ്റ് വരുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ഒരു അപ്പിയറൻസ് അതിൽ വരുന്നത് എന്നുള്ളതെല്ലാം നമ്മളവിടെ കാണും. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു കാര്യം നമ്മൾ സ്പെസിഫിക്കായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ.